ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള നടപടികൾ തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിൽ വീണ്ടും അണ്ണാമലൈ തുടരുമെന്നാണ് വരുന്ന വിവരങ്ങൾ. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പോൾ വീണ്ടും അദ്ദേഹം പ്രസിഡന്റായി വന്നാൽ എന്ത് സംഭവിക്കും? അദ്ദേഹം തന്നെയാണ് വരേണ്ടത്. കാരണം തമിഴ്നാട്ടിൽ അതിൻ്റെ ഒരു ബി.ജെ.പിയുടെ ഒരു ഭാവി, വർത്തമാനം എന്ന് ഞാൻ പറയുന്നില്ല, ഭാവി വളരെ ശോഭനാപൂർണമാക്കിയത് അണ്ണാമലൈ തന്നെയാണ്. കാരണം മറ്റ് ഏതൊരു രാഷ്ട്രീയ നേതാവിനും ഇല്ലാത്ത വിശ്വാസ്യത അദ്ദേഹമുണ്ട്. പഴയ ഒരു IPS ഓഫീസറായിരുന്നു എന്നുള്ള ഒരു വിശ്വാസ്യതയുണ്ട്. അപ്പോൾ ഏത് അഴിമതി ആരോപണം അദ്ദേഹം ഉന്നയിച്ചാലും അതിന് കൃത്യമായ ഒരു ആധികാരികതയുണ്ട്. അതുവരെ ഈ കരുണാനിധി കുടുംബത്തെ എതിർത്തിരുന്ന ഒരൊറ്റ രാഷ്ട്രീയ എതിരാളിക്ക് പോലും കണ്ടുപിടിക്കാനോ ആരോപിക്കാനോ കഴിയാത്ത ആരോപണങ്ങളിലേക്ക് അദ്ദേഹം പോയി. കുടുംബം കൂട്ടിവെച്ചിരിക്കുന്നത് ഇത്ര 700 കോടി രൂപയാണോ ജനങ്ങളുടെ നികുതി പണം അടിച്ചു മാറ്റി എന്നുള്ളത് കണ്ടുപിടിച്ചു. കുടുംബത്തോട് ഇവരെ അഴിമതി നടത്തുകയാണ് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് എന്നുള്ളത് അദ്ദേഹം അക്കം നിരത്തി, അച്ചട്ടായിട്ട് തന്നെ കാര്യങ്ങൾ നിരത്തി. അല്ല വെറുതെ ആരോപണം ഉന്നയിക്കുകയല്ല, കണക്കായിട്ട് തന്നെ. തമിഴ്നാട്ടിലെ ഒരു മന്ത്രി പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ പിന്തുണയ്ക്കേണ്ടി വന്നു. DMKയുടെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രിക്ക് പോലും ഈ കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് സമ്മതിക്കേണ്ടി വന്നു. മറുപടിയില്ലായിരുന്നു MK. ഇന്ന് വരെ മറുപടി പറഞ്ഞിട്ടില്ല. ഒഴിഞ്ഞു മാറാൻ നോക്കുകയാണ്, വേറെ ആയുധങ്ങൾ കൊണ്ട് പയറ്റാൻ നോക്കുകയാണ്, കളം മാറ്റുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡീലിമിറ്റേഷനെതിരായിട്ടുള്ള ആ യോഗം തന്നെ. ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്. അപ്പോൾ അത്ര ഡിഫെൻസീവിലാക്കാൻ പറ്റി MK സ്റ്റാലിൻ എന്ന് പറയുന്ന ശക്തനായ നേതാവ്. കഴിഞ്ഞ തവണ ADMKയുമായിട്ട് ഒന്ന് ഒത്തുചേർന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ചുകൂടി വോട്ട് ഷെയർ നേരമായിരുന്നു. ഈ പ്രാവശ്യം പക്ഷേ ഈ അണ്ണാ DMKയും ജയിലിനെ നിരന്തരം വിമർശിക്കുന്നത് കൊണ്ടായിരുന്നല്ലോ എന്ന് ആ സഖ്യം പിളരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനു പിന്നിലും അണ്ണാ DMK വിമർശിക്കുന്നത് ഈ അണ്ണാമലയാണ്. ഇദ്ദേഹം ഒരു ബേസിക്കലി ഒരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹത്തിന് കുറ്റം ചെയ്ത ആൾ കുറ്റവാളി തന്നെയാണ്. ജയലളിത അങ്ങനെ ഒരു കുറ്റവാളി തന്നെയായിരുന്നു 100%. ഏതാണ്ട് 75 ജോഡി ചെരുപ്പ്, സ്വർണ്ണമാലകൾ, വാച്ച്, എന്തൊരാഡംബരം! എത്ര കോടി രൂപയുടെ സ്വർണ്ണമൊക്കെ കൂട്ടി വെച്ചിരുന്നു പോസ്റ്റ് ഗാർഡനിലെ അവരുടെ വസതിയിൽ. അഴിമതിയുടെ കൂമ്പാരമായിരുന്നു അവർ നടത്തിയിരുന്നത്, ആഡംബരത്തിൻ്റെ കൂമ്പാരം. തോഴി ശശികലയും ഒരുമിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ പഴയ പോലീസുകാരനായി മുന്നോട്ട് പോയാൽ നടക്കുമോ? BJPയിൽ അത് സാധ്യമാണ്. BJPയിൽ അഴിമതി രഹിതമായിട്ട് തന്നെ മുന്നോട്ട് പോയേ പറ്റൂ എല്ലാ രാഷ്ട്രീയക്കാരും. അതിൽ നിന്ന് പദസഞ്ചാലനം നടത്തുന്നവർ, അതിൻ്റേതായിട്ടുള്ള പദം മാറി ചവിട്ടുന്നവർ അതിൻ്റേതായിട്ടുള്ള വിവരം അറിയും, പഠിപ്പിക്കുകയും ചെയ്യും. ആ രീതിയിലാണ് പോകുന്നത്. അതിൽ മാത്രമേ അണ്ണാമലയ്ക്ക് നിലനിൽക്കാൻ പറ്റൂ. വേറെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയിൽ ആ സമരസപ്പെടാതെ, അഴിമതിയുമായിട്ട് സമരസപ്പെടാതെ നിലനിൽക്കാൻ കഴിയില്ല. BJPയിൽ സമരസപ്പെട്ട് നിലനിൽക്കാൻ കഴിയും. BJPയുമായിട്ട് അഴിമതി വിരുദ്ധമാണ്, അടിമുടി അത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ BJPയിലുണ്ടായ പോരാ. ഇപ്പോൾ സീസർ മാത്രമല്ല, സീസറിൻ്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണമെന്ന് പറയുന്നത് പോലെ തങ്ങൾ കൂട്ടുചേരുന്ന കക്ഷികളും അഴിമതി വിമുക്തമായിരിക്കണമെന്ന് പറയുന്നത് പ്രായോഗികമല്ല. കാരണം ഇന്ത്യയിലെ ഒരൊറ്റ രാഷ്ട്രീയ കക്ഷിയും ഈ അഴിമതി എന്ന് പറയുന്ന കറയിൽ നിന്ന് മുക്തമല്ല. അത് അഴിമതിക്കറ പുരണ്ടിട്ടുള്ളവരാണ്, ഏറിയും കൂറിയും. അതിൻ്റെ അളവിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ തമിഴ്നാട്ടിൽ വന്നപ്പോൾ ജയലളിതയുടെ പാർട്ടിയായിട്ടുള്ള ADMK അഴിമതി ഒട്ടും മോശമല്ലാത്ത ഒരു പാർട്ടിയാണ്. ഈ DMKയോടുകൂടി കിടപിടിക്കുന്ന തരത്തിലുള്ള അഴിമതി അവരുടെ ജയലളിത ഇരുന്നപ്പോൾ കാണിച്ചിട്ടുണ്ട്. ശശികല, പളനി സ്വാമിയും എല്ലാം അത് തന്നെ തുടർന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. മറ്റൊരു ചോദ്യം, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി BJP വലിയ തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. തെലങ്കാനയിൽ ഒരു പരിധിവരെ സ്വാധീനിച്ചിട്ടുണ്ട്. കർണാടകയിൽ വർഷങ്ങളായി തന്നെ അവിടെ ഭരണത്തിലെല്ലാം ഉണ്ടായിരുന്ന ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് അണ്ണാമലയ്ക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മിന്നും വിജയം സ്വന്തമാക്കാൻ സാധിക്കുമോ? മിന്നും വിജയമൊന്നും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. മിന്നുന്ന ഒരു മുന്നേറ്റം നടത്താൻ പറ്റും. ഒരു മുന്നേറ്റം അത് തീർച്ചയായിട്ടും ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ്. തീർച്ചയായിട്ടും വരിക തന്നെ. അത് കരുണാനിധി കുടുംബം നന്നായിട്ട് പേടിക്കുന്നുമുണ്ട്. കാരണം അഴിമതി കുടുംബമാണ്, അടിമുടി. അതുകൊണ്ട് അവർ നന്നായിട്ട് പേടിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിൽ നിന്നാണോ
ഈ ഡെലിമിറ്റേഷനെതിരെ ശക്തമായിട്ടുള്ള ഒരു നിലപാട് വരെ ഉണ്ടാക്കാനും ഒക്കെ അവരുടെ ശ്രമം, അവർക്ക് ഒറ്റയ്ക്ക് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു, ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കരുണാനിധി കുടുംബത്തിന് ഇതുവരെ ഉണ്ടായിരുന്നു, ഇതപര്യന്തം ഉണ്ടായിരുന്ന ആത്മവിശ്വാസം അവർക്ക് കൈമോശം വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു തെളിവാണ് ഈ തെന്നിന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ ഈ സമ്മേളനത്തോടെ അർത്ഥരഹിതമായിട്ട് വിളിച്ചു കൂട്ടിയത്. വലിയ പ്രാദേശികവാദമാണ് അത്തരം സമ്മേളനങ്ങളിൽ ഉയർത്തുന്നത്. അതെ, അതിനെ തടഞ്ഞു നിർത്താൻ അണ്ണാമലയ്ക്ക് കഴിയുമോ? അത് ഈ ഇരവാദം ചില മതങ്ങൾ ഉയർത്തുന്നത് പോലെ അനാവശ്യമായിട്ടും സത്യസന്ധത വെടിഞ്ഞും ഒക്കെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളാണ്. വാസ്തവത്തിൽ ഇന്ത്യയിൽ ഇപ്പോഴാണ് യഥാർത്ഥ മതേതരവാദം എന്ന് പറയുന്നത് ശക്തിപ്പെട്ടിരിക്കുന്നത്, മതേതരത്വം പുഷ്ടിപ്പെട്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥ മതേതരത്വം. ഇത് കണ്ടപ്പോൾ കോൺഗ്രസ്സുകാർക്ക് പിടിക്കുന്നില്ല. കാരണം അവരിതുവരെ തുടർന്നു വന്നിരുന്നത് മതേതരത്വമല്ല, മതപ്രീണനമാണ്. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അത് വർഗീയതയാണ് എന്ന് പ്രചരിപ്പിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തി പരാജയപ്പെട്ടു. ജനങ്ങളത് തിരസ്കരിച്ചു, പുച്ഛത്തോടുകൂടി തന്നെ തിരസ്കരിച്ചു. മുസ്ലിം സംസ്ഥാനങ്ങളും മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളും ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള സംസ്ഥാനങ്ങൾ തന്നെയും BJP പിന്തുണയ്ക്കാൻ തുടങ്ങി. ഇവരെ ഭരിച്ചാലാണ് നമ്മുടെ നാടിന് വികസനം ഉണ്ടാവുക, ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ കഴിയുക എന്നുള്ളൊരു ബോധോദയം അവർക്കുണ്ടായി. തങ്ങളുടെ ഇതൊന്നും നഷ്ടപ്പെടുന്നില്ല, മറിച്ച് സമാധാന അന്തരീക്ഷമുണ്ട്, വ്യവസായം വളരാൻ, കച്ചവടം വളരാൻ പറ്റിയ അന്തരീക്ഷമുണ്ട്. പാവങ്ങളിൽ പാവങ്ങൾക്ക്, അതുപോലെ തന്നെ പിന്നാക്കക്കാരിൽ പിന്നോക്കക്കാർക്ക് വേണ്ടിയുള്ള സഹായങ്ങളും വരുന്നു. ശരിയായിട്ടുള്ള ഒരു രീതിയിൽ ഇച്ഛാശക്തിയോടുകൂടി ഈ ഭീകരതയാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ ഭീഷണി ഭീകരതയായിരിക്കുന്ന പോലെ ഇന്ത്യയിലും ഓരോ സംസ്ഥാനത്തും അതുതന്നെയാണ്. ആ പേടിയിലായിരുന്നു ജനങ്ങൾ. ആ പേടിയിൽ നിന്ന് അവരെ മോചിപ്പിച്ചു എന്നൊരു വലിയ കാര്യമാണ്. അടിയന്തരാവസ്ഥയുടെ കാലത്തും ജനങ്ങൾ പേടിയില്ലായിരുന്നു, മറ്റൊരു തരം പേടിയിൽ. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജയിലിലായി പോകുമോ, ഗവൺമെൻറ്റിനെതിരായി പോകുമോ എന്നുള്ളൊരു പേടിയാണ് ജനങ്ങളെ പൊതിഞ്ഞിരുന്നത്. ആ പേടിയിൽ നിന്നുള്ള മോചനമാണ് ജനതാ പാർട്ടി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ വാഴ്ത്തുക വഴി അവർ ചെയ്തത്. എന്നതുപോലെ ഭീകരതയോടുള്ള പേടിയിൽ നിന്ന് മോചനം നൽകിയ മോദിക്കെതിരെയുള്ള ഒരു ആവേശമാണ് ആസേതു ഹിമാചലം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ കക്ഷികളെല്ലാം കൂടെ ചേർന്നുണ്ടാക്കിയ ഇന്ത്യ മുന്നണിക്കും പരസ്പര വിരുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങൾ ഉള്ള മുന്നണികളെല്ലാം ചേർന്നുണ്ടാക്കിയ മുന്നണിക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നതുപോലെ ഈ തെന്നിന്ത്യയിലെ പാർട്ടികളുടെയും കട്ടിങ് ദ സൗത്ത് എന്നുള്ള വികാരമുള്ള ഛിദ്രശക്തികളുടെയും ഒക്കെ മീറ്റിംഗ് വിളിച്ചു കഴിഞ്ഞാലും ഭാഷാവാദം, ഭാഷാഭ്രാന്ത് പിടിപെട്ട ആൾക്കാരുടെ ചിഹ്നം വിളി ഉണ്ടായാലും ഒന്നും തകരാൻ പോകുന്നതല്ല തമിഴ്നാട്ടിലെ അതായത് നാം അണ്ണാമലയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചിരുന്നു, പരാജയപ്പെട്ടു. പിന്നീട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോയമ്പത്തൂരിൽ മത്സരിച്ചു, പരാജയപ്പെട്ടു. അങ്ങനെ 2 തുടർ പരാജയങ്ങൾ ഉണ്ടായ ഒരു വ്യക്തിക്ക് വീണ്ടും പാർട്ടി ചുമതല നൽകുമ്പോൾ ആ സംസ്ഥാനത്ത് പാർട്ടി ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമോ? ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹത്തിന് കിട്ടിയ വോട്ടുകളാണ് പ്രധാനം. ഇതൊരു പരീക്ഷണശാലയാണ്. തമിഴ്നാട് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പരീക്ഷണശാലയായിരുന്നു. അപ്പോൾ AIDMKയുടെ പിന്തുണയില്ലാതെ ജയിക്കാൻ പറ്റുമെന്നായിരുന്നു ആദ്യത്തെ പരീക്ഷണം. അത് പറ്റില്ലാന്ന് തെളിഞ്ഞു. അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർ AIDMKയുമായിട്ട് ചേർന്നുകൊണ്ടാണ്. അതും ചിലപ്പോൾ ഒരു പരീക്ഷണമായിരിക്കാം. പക്ഷേ അടുത്ത കുറി ഇതിന് പാഠം ഉൾക്കൊണ്ട് DMK അവർ നിലംപരിശാക്കിയിരിക്കും. DMKയുടെ പതനം ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ DMK വീണ്ടും അധികാരത്തിൽ വരും. അല്ല, അതിന് തെറ്റിദ്ധാരണ വരുത്തുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു. DMKയുടെ പതനം ഈ തെരഞ്ഞെടുപ്പിൽ, ഇനി വരുന്ന അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ടാവും. പക്ഷേ അതിനടുത്ത തെരഞ്ഞെടുപ്പിൽ BJPയുടെ മുന്നേറ്റം ഉണ്ടാവും. ആ തരത്തിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതിനുള്ള ഒരു കാലിബ്രേറ്റഡ് ആക്ഷൻ പ്ലാനാണ് അണ്ണാമലയ്ക്കുള്ളത്, BJPക്കുള്ളത്. BJP അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ രാജഗോപാലാചാരി, സുബ്രഹ്മണ്യ ഭാരതി, ഇളങ്കോവടികൾ, ഇവരൊക്കെയുള്ള ഈ നാട്ടിലെ തമിഴ്നാട്ടിലെ ഭാഷാവാദം കൊണ്ടും ഭ്രാന്ത് കൊണ്ടും കുറച്ചു കാലം ചിലരെയൊക്കെ വിഡ്ഢികളാക്കാവുന്നേ ഉള്ളൂ. അതിനപ്പുറം എല്ലാവരെയും എല്ലാ കാലത്തേക്കൊന്നും വിഡ്ഢികളാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. കാരണം തമിഴ്നാടിന് ഒറ്റപ്പെട്ട് ഒരു അസ്തിത്വമില്ല, അങ്ങനെ ജീവിക്കാനും പറ്റില്ല. അപ്പോൾ ഇന്ത്യൻ പനോരമയുടെ ഭാഗമായി, ഇന്ത്യൻ ഇക്കോണമിയുടെ ഭാഗമായിട്ടേ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് വ്യക്തമാണ്. അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഇതുപോലൊരു ബുദ്ധിമോശം എങ്ങും ഉണ്ടാവുകയില്ല. തമിഴ്നാട് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വാസ്തവത്തിൽ വ്യാവസായികമായിട്ട് നമ്മളെക്കാളിലൊക്കെ വളരെ പുരോഗമിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണോ. ഇത് മുഴുവൻ അട്ടിമറിക്കപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും. ഇനി ഭാഷാവാദവും അതുപോലെ സ്വയംഭരണവാദവും ഒക്കെ വീണ്ടും അതിൻ്റെ പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുക. ആ തിരിച്ചറിവ് തീർച്ചയായിട്ടും സ്റ്റാലിനില്ലെങ്കിലും
സ്റ്റാലിൻ്റെ മന്ത്രിസഭയിലെ IT മന്ത്രിയും വളരെ പ്രതിഭാശാലിയുമായിട്ടുള്ള അദ്ദേഹം കേരളത്തിൽ ക്ഷണിക്കാമെന്ന അദ്ദേഹമാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അത് ഗുഡ് കൗൺസിൽസ് ബെറ്റർ കൗൺസിൽസ് വിൽ പ്രിവൈൽ. അപ്പോൾ തമിഴ്നാട് ഇതൊരു രാഷ്ട്രീയ അടവ് മാത്രമാണ്. അതിനപ്പുറമുള്ള ഒരു അട്ടിമറി ശ്രമങ്ങളിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.